നിമിഷ, ഹലോ. എന്നടാ ഈ വിശേഷം? അയ്യോ, സുഖമായിട്ടിരിക്കുന്ന പക്ഷെ തളർന്നു പോയിട്ടോ. എങ്ങനെ തളരാതിരിക്കും? ഞങ്ങളിപ്പോ എറണാകുളത്ത് നമ്മുടെ മേനകയിലാണ് കേട്ടോ. ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നാ. അമ്മയൊന്നും ഇല്ല കേട്ടോ. അമ്മേനെ വിളിക്കുന്നതിന് പറഞ്ഞ് നമ്മൾ നിമിഷേനെയാണ് വിളിച്ചത്. നമ്മുടെ റീവൂട്ടിനും ഉണ്ട് കൂടെ. റീവുണ്ട്, നമ്മൾ റീവിനെയും കൊണ്ടിങ്ങി പോകുന്നു കേട്ടോ. റീവൂട്ടിന്റെ ചേച്ചി എവിടെയാണ് നിമിഷം? ഇവരെയും മമ്മിയുടെയും ചാച്ചന്റെ അടുത്താക്കി. മമ്മിയും ചാച്ചനും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരോട് പോയിട്ട് വാ, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രാവിലെ അല്ല ഒരു 10 മണി 10:45 ആയപ്പോഴത്തേനും ഇറങ്ങിയതാണ് കേട്ടോ. അതെ, ഞങ്ങളിത് ഇത്രയും സാധനങ്ങൾ മേടിച്ചു കേട്ടോ. ഞങ്ങൾ ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിറായിക്കുള്ള കുറച്ച് ഡ്രസ്സുകള്, പിന്നെ നമ്മൾ പെൻഡാമേനയിൽ കുറെ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. ഐഫോണിലുള്ള കുറച്ച് കവേഴ്സ് ഒക്കെ, പിന്നെ മിറായിക്ക് ഒരു ഫേവറേറ്റ് സാധനം മേടിച്ചിട്ടുണ്ട്. മിറായിക്ക് ഒരു ടോയ് മേടിച്ചേ. മങ്കിയും ബനാനയും നമുക്ക് ഭയങ്കര ഇഷ്ടം. മങ്കിയുടെ ഭയങ്കര ഇഷ്ടം. മങ്കി എന്നൊക്കെ ശരിക്കും ചാടി ഇവർക്ക് ഭയങ്കര ഇഷ്ടം ഇത് കാണാനേട്ടോ. അതെ, ഇതാണ് സംഭവം. റിവ്യൂട്ട് നോക്കണേക്ക്. ഏതായാലും ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് തൊടുവഴിക്ക് പോകലേ. വേറെ എറണാകുളത്ത് പണിയൊന്നും ഇല്ലല്ലോ. കുഞ്ഞു വീഡിയോ ഇടാന്ന് വിചാരിച്ചതാണ് നമ്മള്. അതെ, നാളെ ഞങ്ങൾ മിക്കവാറും ലുലുവിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളിപ്പോ പോവാണ്. ഇപ്പൊ മഴ പെയ്യാറായി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. നിമിഷയുടെ ഒക്കെ കോലം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കുന്നില്ല. ഞാൻ അതിലും മോശമാണ് കേട്ടോ. മുഖമൊക്കെ വേർത്ത് ആകെ കരുവാളിച്ചു പോയി. റീവോട്ടിനെ ഞങ്ങൾ മൂടിക്കൊണ്ടൊക്കെ പോയത്. അപ്പൊ അവന് വലിയ പ്രശ്നമില്ലാന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നല്ല ചോദിച്ചാൽ ഞങ്ങൾ ഇനി ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ സ്ഥിരമായിട്ട് ഈ മേനകയിൽ വരുമ്പോൾ കഴിക്കുന്നൊരു ഹോട്ടലാട്ടോ, സീലോഡ്. അവിടെ കയറി ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കേ. അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. പക്ഷേ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ അവിടെ വെച്ച് പറയാം അല്ലേ? വിട്ടാലോ? നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മുടെ ഹോട്ടല്. അതിനകത്ത് ഒരെണ്ണമാണ്. എനിക്ക് എന്താ മേഘം നോക്കി ആകാശത്ത്. നാളെ ഞാൻ നല്ല സാധ്യത ഉള്ള നിമിഷം. അതെ, ഇനി ഞങ്ങൾ ബ്രോഡ്വേയിലൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ടോ. അതൊക്കെ പക്ക നമ്മുടെ, ഞാൻ ആദ്യം കാണുന്നത്. പക്ഷെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ചാലയൊക്കെ പോലെ തന്നെയാണ് ബ്രോഡ്വേ. എനിക്ക് ചാലയിൽ ഇച്ചിരി കൂടി പൂകൾ, അങ്ങനത്തെ പച്ചക്കറി അതൊക്കെ ഇച്ചിരി കൂടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതെ, ഹോൾസെയിൽ ഐറ്റംസ് ആണ് കൂടുതൽ. പക്ഷെ നമ്മുടെ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇച്ചിരി കൂടി കൊണ്ടുവന്നു. പക്ഷെ എങ്കിലും ഇത് ഫസ്റ്റ് ആയിട്ട് കാണും. നല്ല രസമാണ്. ഞങ്ങളങ്ങനെ സീ റോഡിലെത്തി കേട്ടോ. എന്തൊരു ആശ്വാസം. തണുപ്പിത്ര നേരം ചൂടത്തിൽ അയ്യോ ഭയങ്കരമായിട്ട് ആവി എടുത്ത് ചായ. ഇവന് സമ്മതിക്കണമല്ലോ. ഇവന് ഇത്രയും നേരം മിടുക്കനായിട്ട് ഇരുന്നോട്ടോ. ഇവന്റെ ചേച്ചി ഇറങ്ങിക്കണ്ടല്ലോ. ഞങ്ങളിപ്പോ തിരിച്ച് തൊടുപുഴ എത്തിയാൽ കേട്ടോ. അവള് ലിഫ്റ്റ് പറഞ്ഞു. സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോർ കഷ്ടിച്ച് രണ്ടുപേർക്ക് നിൽക്കാൻ കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ചാച്ചനും മമ്മിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം അല്ലേ? ഓർക്കുന്നില്ലേ? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്റെ പോലെ പോയി അപ്പഴ പൊന്നെ തുറന്നോട്ടോ. റെസ്റ്റോറൻറ്റ് നല്ല വിശാലമായ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി കേട്ടോ. പതിവ് പോലെ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേട്ടോ നമ്മളിവിടെ വരുന്നു. അവിടെ ഇരുന്നു ആ ലൈറ്റുള്ളോട്. നിമിഷം അപ്പം വാഷ്റൂമിലേക്ക് പോയിട്ടോ. അത് ഈ കൂട്ടിൽ ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മെനു വന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാർ റെസ്റ്റോറൻ്റ് ആണ്. ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈനും ബിയറും ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ മാത്രം വന്നതാണ് കേട്ടോ. നമ്മുടെ നിമിഷം വന്നു കേട്ടോ. ഫ്രഷ് ആയല്ലേ? രാവിലെ ഇറങ്ങിയതാണ്. ഞങ്ങളൊരു 11 മണിക്ക് ഇവിടെ വന്നതാണ്. ഇപ്പം സമയത്തിനാ പറയാം. ഇതൊക്കെ 5 മണിയാവാൻ 5 മിനിറ്റ്. ഇത്ര സമയം എടുത്തോട്ടെ. ഞങ്ങൾ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിച്ചില്ലടി. സത്യം നമ്മൾ നടന്നു പോയി.
ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിൽ, രക്ഷയില്ല. മെനു വന്നിട്ടുണ്ട് കേട്ടോ, നോക്കാം. മെനു കാണിച്ചു തരാം. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ, എല്ലാ ഐറ്റംസും. നമ്മൾ വലിയ കാര്യമായിട്ട് കഴിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് ചെറുതായിട്ട് വല്ല മതി ചായ. ഞാൻ സൂപ്പ് വല്ലതും കൂടി എനിക്കത് മതി ചായ. അതെയോ? ഞാനെന്നാൽ ലൈറ്റായിട്ടൊരു ബിരിയാണി പറഞ്ഞാലോ? ലൈറ്റായിട്ട് ബിരിയാണി അല്ലേ? അത്ര വേണോ ചായ? അത്രയും ലൈറ്റ് ആക്കണം, ഇച്ചിരി ഹാർഡായിട്ട് പറ, ഹെവി ആയിട്ട് പറ ഇച്ചിരി. ഞാൻ നോക്കട്ടെ. ഞാനൊരു ചിക്കൻ പാമിജാന പറയാൻ വേണ്ടി പോട്ടോ. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ ഇതുവരെ പാമിജാന കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവരത് ഉണ്ടോ അറിയാനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. ക്ലിയർ സൂപ്പ് നല്ലതായിരിക്കും. ക്ലിയർ കോപ്പറേറ്റിംഗ് അല്ല, എനിക്കൊരു ചിക്കൻ ക്ലിയർ സൂപ്പ് മതി, അത് മതി. ഇത് വേണ്ട കേട്ടോ. ഞാനപ്പോ ചിക്കൻ പാമിജാന തന്നെ പറഞ്ഞോട്ടോ. അവിടുന്ന് വന്നപ്പോ ഞാൻ പാമിജാന കഴിച്ചിട്ടേ ഇല്ലടി. ചിക്കൻ പാർമയാണോ? ചിക്കൻ പാമി. നീ അവിടുന്ന് ഞാൻ നിനക്ക് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ നല്ല സൂപ്പറായിട്ട് ആ സംഭവം ഉണ്ടാക്കും. ഇങ്ങനത്തെ കോണ്ടിനെന്റൽ ഡിഷസ് ഉണ്ട് ഞാൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും, ഞാൻ നല്ലതായിട്ട് ഉണ്ടാക്കും. കാരണം എനിക്കൊരു വെച്ചാൽ ഭയങ്കര സഹായമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് പിള്ളേരൊക്കെ വെച്ച് അതൊക്കെ വെച്ചാൽ എല്ലാത്തിനും ഹെൽപ്പ് ഒക്കെ ചെയ്യും. ബർഗർ ഹെവിയാണ്, നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഇടത് കഴിക്കാൻ ഒന്നും കഴിക്കണം, ദിവസത്തേക്ക് ഒന്നും കഴിക്കണ്ട. എന്തായാലും ഹോട്ട് വാട്ടർ ചായ. താങ്ക് യു. ഹോട്ട് വാട്ടറും പറഞ്ഞു കേട്ടോ. പിന്നെ അപ്പൊ പാർമിംഗ് ഒക്കെ എങ്ങനെയുണ്ടോ നോക്കാം, അതിന്റെ ഒരു സൂപ്പർ റിവ്യൂ ഉണ്ട് അല്ലേ? അപ്പൊ അവര് അരമണിക്കൂർ എടുക്കുന്നു, കാരണം അവരധികം അങ്ങനെ ഇവിടെ പോകത്തില്ല എന്ന് തോന്നുന്നത്. ഇവര് ആദ്യമായിട്ടായിരിക്കും സംഭവം, ചിലപ്പോ ഒരു കുറെ നാളായിട്ട് ആരും ഓർഡർ ചെയ്തിട്ടില്ലായിരിക്കും കേട്ടോ. അപ്പൊ ഷെഫ് വന്ന് നമ്മളോട് ചോദിച്ചു വരാന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പൊ ഹാഫ് ആൻ അവർ പിടിക്കുന്നു, കുഴപ്പമില്ല. ഹാഫ് ആൻ അവർ ഞങ്ങൾക്ക് അത്ര നേരം എ സിക്കകത്തിരിക്കാലോ അല്ലേ? നമ്മുടെ റീവോട്ടിന് നല്ല സൂപ്പർ ക്രഡിൽ കിട്ടി കേട്ടോ. അവനവിടെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഈ ക്രഡിൽ തന്നെ കിട്ടിയത്. ഇത് ശരിക്കും നമ്മുടെ വീട്ടിലുള്ള തൊട്ടി പോലത്തെ ഒരു തൊട്ടിയാണ്. ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിമിഷ നമ്മൾ തിരിച്ചു പോയിട്ടുള്ള പരിപാടികൾ പറഞ്ഞു. ഓസ്ട്രേലിയ ചെന്നിട്ടുള്ള നമ്മളോ? ഓസ്ട്രേലിയ ചെന്നിട്ട് എനിക്ക് സ്റ്റിൽ ഞാൻ മെറ്റേണിറ്റി ലീവ് തന്നെ ആയിരിക്കും. അതെ, അമ്മയില്ലാതെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മളോട് പാരന്റ്സ് ഇല്ലാതെ. അതെ അതെ. അപ്പൊ നമുക്ക് മമ്മി പോയി കഴിഞ്ഞപ്പം എന്റെ മമ്മി വന്നു, അങ്ങനെ രണ്ടുപേരും. അങ്ങനെ നമ്മളെപ്പോഴും നമുക്ക് ഒരാളുണ്ടായിരുന്നു എപ്പോഴും കൂടെ. സത്യം. അവിടെ നമ്മളങ്ങനെ സുഖിച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒറ്റയ്ക്കുള്ള ലൈഫും രണ്ട് പിള്ളേരും. അതെ അതെ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. ഞാൻ ജോലി രാജിവെച്ചാലോ എന്നൊരു ആലോചിക്കും. ഞാൻ തയ്യാറാണ്. ആ ഒരു പേര് പറഞ്ഞാൽ രാജിവെക്കണല്ലേ? ജോലി രാജിവെച്ച് പിള്ളേരെ നോക്കാൻ ഞാൻ റെഡിയാണ്. ഞാനുണ്ട്, എനിക്ക് മറ്റേ തന്നെ വീട്ടിൽ ഇരുത്തേക്കണം. അതിനാട്ടോ ഇത്രയും ഓഫർ ചെയ്തിട്ടും അവള് സമ്മതിക്കില്ലാട്ടോ. അതുകൊണ്ട് ഇല്ല, നമ്മുടെ ജോലി രാജ്യം അതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാനാണ് വീട്ടിലുണ്ടാവുക. ഇച്ചാൻ ഡ്യൂട്ടി, ഇച്ചാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ ഒരു മെയ് 15 എനിക്ക് തിരിച്ച് ജോലിക്ക് വരണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ആണ് തിരിച്ചു കയറുന്നത്. പിന്നെ ഭയങ്കര ജോലിയായിരിക്കും എനിക്ക്. ഫുൾ ഷിഫ്റ്റ് ആണ്. 8 ഡേയ്സ് എനിക്ക് അടുപ്പിച്ച് 7 ദിവസം 8 ദിവസം വരെയൊക്കെ ഡ്യൂട്ടി വരും കേട്ടോ. അതൊക്കെ ഭയങ്കര തലവേദനയാണ്. ആ സാരില്ല, ചെല്ലുമ്പോഴേ സിക്ക് വിളിക്കടി, കുറച്ച് സിക്ക് ലീവ് കിടക്കുന്നുണ്ട്. അതെ. എന്തായാലും ഞങ്ങളവിടെ ചെന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാന്. അമ്മ എന്തായാലും 1-2 മാസത്തേക്ക് അമ്മയും ചാച്ചനും വരില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെ 2 മാസത്തേക്ക് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യേണ്ടി. നമുക്ക് എപ്പോഴാണ് അവർ വരുന്നതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ എന്റെ പപ്പ അമ്മയാണെങ്കിൽ അവരിപ്പോ പോയിട്ട് കുറച്ച് നാളായുള്ളൂ. അവർക്കൊരു കുറച്ച് നാൾ ഗ്യാപ്പ് വേണം എല്ലാവരും. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് മാനേജ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ മിറായിക്കും റീവിനും ഡേ കെയർ ചുമ്മാ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പറ്റുവാണെങ്കിൽ മിറാനെ മാത്രം ഒരു ദിവസം വൺസ് ഇൻ എ വീക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം വിടാൻ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ, ഒത്തിരി ദൂരമൊന്നുമില്ല. അടിപൊളി ഒരു ചൈൽഡ് കെയർ ഉണ്ട് അവിടെ. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മെറക്കുട്ടനെ ഒരു ആഴ്ച 2 ദിവസമെങ്കിലും വിടണം. അവൾക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് കൂട്ടുവിടാൻ വേണ്ടി മാത്രമല്ല, നമ്മൾക്കിപ്പം നോക്കാൻ പ്രശ്നം അങ്ങനെയുള്ളതുകൊണ്ടല്ല, അവൾക്കൊരു ചേഞ്ച്. കാരണം ഡേ കെയറിന്നൊക്കെ ഒത്തിരി അസുഖങ്ങളൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പിള്ളേരൊക്കെ പോയിട്ട് എപ്പോഴും സിക്ക്, അവരെപ്പോഴും സിക്ക് ലീവ്. കൊച്ചിന് അവിടെ പോയിട്ട് അവിടെ നിന്ന് കിട്ടി ഡേ കെയറിന്ന് വിളിക്കുന്നു, കൊച്ചിന് വയ്യാന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന്. പിന്നെ ഇപ്പം ഫ്ലൂ കൂടെ വരാൻ തോന്നുന്നു. കാരണം വിന്ററാണ് ഞങ്ങൾ പോണ സമയത്ത്, വിന്റർ തുടങ്ങാൻ പോവാം. കൊടും തണുപ്പിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് കൊടും ചൂടിന്ന് കൊടും തണുപ്പിലേക്കാണ് അവിടെ പോകുന്നത്. അപ്പൊ മെയ് ഇപ്പോൾ ഓട്ടമാണ്. ഇനി ജൂൺ ജൂലൈ തൊട്ട് അമ്മയ്ക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടമുള്ള വെതർ ആട്ടോ വിന്റർ. അമ്മ അത് മിസ് ചെയ്യും കേട്ടോ. ചാച്ചനാണ് ഇപ്പൊ ഉടനെ വരാനായിട്ട് ശുഷ്കാന്തി കാണിക്കാത്തത്. ചാച്ചനോട് കഴിഞ്ഞാൽ പുതപ്പം പൊളിച്ചിട്ട് അതിന്റെ മാത്രമല്ല സൂര്യൻ എവിടെ ഉണ്ട് അതിന്റെ താഴെ ചാച്ചൻ ഒരു കസാര ഇട്ട് അവിടെ ഇരിക്കും ചാച്ചൻ. പാവ ചാച്ചൻ കാണാം.
അപ്പോൾ ഒരു രസമാണ്. പാരൻസ് ഒക്കെ പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി കൂടെയൊക്കെ പ്രായമാകുമ്പോഴത്തേനും ഈ തണുപ്പ് ഭയങ്കര കുത്തി കയറുന്ന തണുപ്പാണ്. ഇത് നമുക്കാണെങ്കിലും പറ്റത്തില്ല കേട്ടോ, നമുക്ക് ആരെയും അങ്ങനെ പറയാനും പറ്റത്തില്ല. അത് എത്ര ഒരു തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ തണുപ്പത്തേക്കാണ് പോണത്. അപ്പോൾ ഇവർമാർക്ക് രണ്ടുപേർക്ക് റീവ് സംബന്ധിച്ച് റീവ് ആദ്യമായിട്ടല്ലേ തണുപ്പ് ഫേസ് ചെയ്യാൻ പോണേ. കാരണം അവനുണ്ടായപ്പോൾ സമ്മറായിരുന്നു, പിന്നെ നമ്മൾ ഇങ്ങ് വന്നു, അപ്പോഴും ചൂടാണ്. ഇനി അവൻ്റെ ഫസ്റ്റ് വിൻ്ററാണ്. അതിപ്പോൾ മിറ വിൻ്ററിലുണ്ടായിരുന്നു. വിൻ്റർ ഇഷ്ടമാണ്, ശരി, തണുപ്പാണ് ഇഷ്ടം. മറ്റേത് അവൾ പെട്ടെന്ന് വയർക്കും. റീവിനെ സംബന്ധിച്ച് അവൻ ഓക്കെയാണ് കേട്ടോ, സമ്മർ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വിൻ്റർ നമുക്ക് അവിടെ ചെന്നിട്ട് കണ്ടറിയാം. ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നിമിഷ ഇപ്പൊ എന്നോട് ചോദിക്കട്ടെ, അവിടെ ചെന്നിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്? അയ്യോ, ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളങ്ങ് തട്ടിക്കൂട്ടും. വളരെ സ്വാദിഷ്ടമായ വിഭവ സമൃദ്ധമായ സദ്യ ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കി തന്നെ. നിമിഷ സൂപ്പറായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അവള് കുക്ക് ചെയ്യാൻ അടുക്കളയിൽ കയറാറില്ലെങ്കിലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുക്കിംഗ് ആണ്. ആളുടെ കുറെ മാസ്റ്റർ പീസ് ചിക്കൻ കറിയും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും. ബീഫ് കറി നീയാണ് ഞാനല്ലേ വെക്കുന്നത്. ബീഫ് കറി കഴിഞ്ഞ പ്രാവശ്യം ഞാനല്ലേ വെച്ചാൽ ലാസ്റ്റ് നിങ്ങളുടെ നിന്ന സമയത്ത് 2 പ്രാവശ്യം വെച്ചില്ലേ, ഓർക്കുന്നില്ല? 2 പ്രാവശ്യം വെച്ചു. കല്യാണം കഴിച്ചിട്ട് 4 വർഷമായിട്ടോ 2 പ്രാവശ്യം അവള് ബീഫ് കറി വെച്ചിട്ടുണ്ട്. എനിക്ക് ബീഫ് അധികം, ഞാൻ കൂടുതൽ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചാൻ്റെ കൂടെ കൂടിയ പിന്നെ ബീഫൊക്കെ അധികം കഴിക്കാൻ തുടങ്ങി. ഞാൻ ബീഫ് അങ്ങനെ അതെ പണ്ട് ഞാൻ അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ പതൊക്കെ ഞാൻ കഴിച്ചൊക്കെ തുടങ്ങിയത്. ഇച്ചാൻ നല്ല സൂപ്പറായിട്ട് ബീഫ് വെക്കും. ഞങ്ങൾ മാനേജ് ചെയ്ത് കുക്ക് ചെയ്ത് വെക്കൂലേ ഞങ്ങള് മിക്കപ്പോഴും. പിന്നെ ഞങ്ങൾ ടേക്ക് അവേ ആയിരിക്കട്ടെ. ഞങ്ങൾ രണ്ടും കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ റെസ്റ്റോറൻ്റ് അല്ലേ, ഈ സാധനം ഓർഡർ ചെയ്യും. ഞങ്ങൾ മിക്കപ്പോഴും അങ്ങനെ, കാരണം രണ്ടുപേർക്കും തിരക്കാട്ടോ. നിമിഷം ജോലി ഉണ്ടെങ്കിൽ നിമിഷക്ക് ഫുൾ ടൈം ജോലി ആയിരിക്കും. പിന്നെ പിള്ളേരുള്ളതും ജോലി ഉള്ള പോലെ തന്നെയാണ്. ഞാനാണെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിമിഷക്ക് തന്നെ കുക്ക് ചെയ്യാനൊക്കെ വളരെ പാടായി. ഞങ്ങൾ മിക്കവാറും ഇനിയിപ്പം എന്തെങ്കിലും, പക്ഷെ നമുക്ക് മാക്സിമം വീട്ടിൽ കുക്ക് ചെയ്യണം. കാരണം മിറായിക്ക് നമുക്ക് നല്ല നല്ല ഫുഡുകളൊക്കെ കൊടുക്കണ്ടേ. അവൾ ചോറ് മാത്രം കഴിക്കും. അവൾക്ക് ചോറ് ഇഷ്ടമാണ്, പിന്നെ ദോശയൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഞാൻ ദോശയൊക്കെ എങ്ങനെയൊക്കെ തട്ടിമുടിയൊക്കെ വെച്ച് ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അവൾക്ക് കടലയൊക്കെ ഇഷ്ടം. ഈ അടുത്തൊക്കെ ഞാൻ ഒരു ദിവസം കടലക്കറി കഴിക്കും, അപ്പവും കടലക്കറിയും. അവൾ കടലയൊക്കെ എൻ്റെ തന്നെ പറക്കി തിന്നാം. കടലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാടൻ ഐറ്റംസ് ഏറ്റവും ഇഷ്ടം, അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം പരിപ്പോടയാട്ടോ. അവള് പക്ക നാടനാട്ടോ. മിറക്കുട്ടൻ ഭയങ്കര നാടനാണ്. അവൾക്ക് എന്ത് നാടൻ സാധനം കൊടുത്താലും ഭയങ്കര ഇഷ്ടമാട്ടോ. അതുപോലെ തന്നെ എരിവുള്ളത് ഐറ്റംസ്, പുളിയുള്ളത്, മധുരത്തിനോട് ഒത്തിരി താല്പര്യം ഉണ്ടാവും. പക്ഷെ എന്നാലും അവള് കഴിക്കും അല്ലേ? അതെ അതെ, മീൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവിടെ ചെന്ന് ബരാമണ്ടിയൊക്കെ വറുത്ത് കൊടുക്കാം. മീനൊക്കെ വറുത്ത് കൊടുക്കാം നമ്മുടെ കൊച്ചിന്. നമ്മുടെ സൂപ്പ് വന്നു കേട്ടോ. നിമിഷം ഒരു ക്ലിയർ സൂപ്പാണ് പറഞ്ഞത്. ഞാൻ അപ്പത്തേക്ക് അത് 1/2 ആക്കട്ടോ. ആരെങ്കിലും ഒരു സൂപ്പ് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ 1/2 ആകും കേട്ടോ. ഞങ്ങളുടെ ഒരു സ്വഭാവമാണത്. 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൂപ്പ് 2 ആക്കിയിട്ടല്ലേ, കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടാണോ അത് 2 പോർഷൻ ആക്കി തരും? അതെ അല്ലേ. ഏതായാലും ക്ലിയർ സൂപ്പ് എങ്ങനെയുണ്ട് നോക്കി ഇച്ചിരി സോസ് ഒഴിക്കാന്ന് വിചാരിച്ചു. ശക്കൽ എരിവിന് ഇച്ചിരി ഒരു സാധനം ഒഴിക്കാം. ഇതുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത് എരിവ്, മറ്റേ സുർക്ക പോലത്തെ അല്ലേ? നിമിഷം പിന്നെ അവിടെ നമ്മൾ ഇവിടെ ആയിരുന്ന സമയത്ത് നമ്മുടെ വീട് ആരാ നോക്കിയെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്. അവിടെ നമുക്ക് നമ്മുടെ വീട് നോക്കിയത് എൻ്റെ നിമിഷയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, മ്യൂച്വൽ ഫ്രണ്ട് ഡാഫിനി ചേച്ചിയും പിന്നെ ഗോഡ്വിൻ ചേട്ടനും കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഒരു ആഴ്ചയിൽ 3-4 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടോ, ചേട്ടാ അതൊന്ന് നോക്കാവോ, ഇത് നോക്കാവോ, അതെടുത്ത് ഒന്ന് അടച്ചോ നോക്കാവോ, തുറന്നോ നോക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലക്ട്രിസിറ്റി മീറ്ററിൻ്റെ ഒരു ഫോട്ടോ അയച്ചുതരാമെന്നൊക്കെ ചോദിച്ച് ഞാൻ ഗോഡ്വിൻ ചേട്ടനെ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ വീടൊക്കെ നോക്കി പുല്ലൊക്കെ വെട്ടാൻ ആളെയൊക്കെ അവരായിട്ട് ഏർപ്പാടാക്കണം. പിന്നെ നമ്മുടെ വീട് അത്യാവശ്യം 2 ആഴ്ചക്ക് കൂടുമ്പോൾ അവർ പോയി എല്ലാം അകവും പുറവും എല്ലാം നോക്കും കേട്ടോ. അവർക്കൊരു ഒത്തിരി താങ്ക്സ് അല്ലേ? എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഗോഡ്വിൻ ചേട്ടനോടും ഡാഫ്നി ചേച്ചിയോടും ഈ വീഡിയോയിലൂടെ ഞങ്ങൾ താങ്ക്സ് പറയുന്നത്. ബാക്കി നമ്മളവിടെ വരുമ്പോൾ കാണുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പപ്പ ഉണ്ടായിരുന്നപ്പോൾ ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ നോക്കുന്നുണ്ട്. അവർ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിന് അവർ ഞങ്ങൾ പറഞ്ഞത് പറിച്ചു, കാരണം അവിടെ വെറുതെ കിടക്കുള്ളൂ. അങ്ങനെ തക്കാളിക്ക് ഇഷ്ടം പോലെ കിട്ടിയെന്ന് പറഞ്ഞു ചേച്ചി. പിന്നെ വെള്ളരിക്കായി എടുത്തുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവര് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അതെ, പയറ്, ബ്രിഞ്ചോള്, പിന്നെ നല്ല രസമായിരിക്കും നമ്മുടെ വീട് ഇപ്പൊ ചെല്ലുമ്പോ കാണാനായിട്ട് കേട്ടോ.
പിന്നെ തണുപ്പ് കൂടെ അല്ലേ, തണുപ്പൂടാണ്ട് ഇപ്പൊ ഇനിയിപ്പോ എല്ലാം ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുമായിരിക്കും, വാടാറായിട്ട് നിൽക്കുമായിരിക്കും എല്ലാം. എനിക്ക് നിന്റെ വീട് കാണാൻ കൊതിയാവുന്നില്ലേ? ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം എനിക്ക് വീട്ടിലോട് പോകണമെന്ന് ഭയങ്കര, കാരണം നമ്മുടെ സ്വന്തം വീട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആണല്ലോ. അതെ, നമ്മുടെ സ്വപ്ന ഭവനമാണല്ലോ. വീടിന് കാണാത്തവർക്ക് ഞങ്ങൾ വീട് ചെല്ലുമ്പോൾ അടിപൊളി ഹോം ടൂർ നമ്മൾ ചെയ്യും കേട്ടോ. ഒത്തിരി ആൾക്കാർ നമ്മുടെ വീട് കണ്ടിട്ടില്ല. അതെ, പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കായിട്ട് നമുക്ക് ഒന്നുകൂടി ഹോം ടൂർ ചെല്ലുമ്പോൾ ചെയ്യണം. അതെ, നല്ല സുഖം, നല്ല സുഖാണോ? സോസോടൊക്കെ ആഡ് ചെയ്തു, അടിപൊളി ടേസ്റ്റ് ആണോ? എനിക്കൊന്നും ആഡ് ചെയ്യാതെ ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, നല്ല ഹെൽത്തിയുമാണ്, നമുക്ക് ഒത്തിരി ഭയങ്കരമായിട്ട് വയറ് ഫുൾ ആവത്തില്ല, നല്ലതാണ് കേട്ടോ. നമ്മളെപ്പോഴും ക്ലിയർ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പ്രാവശ്യം ചേഞ്ചിന് നമ്മൾ ക്ലിയർ സൂപ്പ് പറയുന്നത് ഹോട്ടൽ സൂപ്പാണ്, ഹോട്ടൽ സോറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ക്ലിയർ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. നമ്മുടെ റീവൂട്ടിനകത്ത് പയ്യെ എണീറ്റാണ് ക്ഷമ നശിച്ചെന്ന് തോന്നുന്നല്ലേ നിമിഷ? നമ്മുടെ പാർമിജാൻ ഇതുവരെ വന്നില്ല കേട്ടോ, പക്ഷെ അവര് പറഞ്ഞായിരുന്നു ഹാഫ് ആൻ അവർ വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ. നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, നമ്മൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവർ ആ സാധനം ഓർഡർ എടുത്തത്. ഓ ഒരായിരിക്കില്ലേ മിടുക്കനായിരുന്നു കൊച്ചു കേട്ടോ. ഗുഡ് ബോയ്, ഗുഡ് ബോയ് ആണ്. അതെ അതെ, ചേച്ചിനെക്കാളും മിടുക്കനാവുന്നു കേട്ടോ. ചേച്ചിക്ക് ഇങ്ങനെ എല്ലാം കാണണം, എവിടെ നിൽക്കൂല, ചേച്ചി ഇങ്ങനെ കറങ്ങി നടക്കും. ചേച്ചിയുടെ പ്രായമാകുമ്പോ മിക്കവാറും ഇവര് അലമ്പായിരിക്കും. എടാ ഇവൻ ഇപ്പോഴായിരിക്കും പാവം, നമുക്ക് അറിഞ്ഞൂടല്ലോ. ചേച്ചി പാവമായിരുന്നു കേട്ടോ, ചേച്ചി ഇതിനേക്കാളും പാവം. അതുപോലെ നമ്മുടെ റീബൂട്ടിന്റെ ഫോർമുല ഏതാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നിമിഷ. ഫോർമുല ഏതാ കൊടുക്കുന്നത്? നമ്മൾ ഫോർമുല കൊടുക്കുന്നത് സിമിലാക്കാണ് ഇപ്പൊ കൊടുക്കണേ, ഫ്രം ബർത്ത് ടു 6 months. അത് നമ്പർ 1 ആണ് കൊടുക്കണേ. ഇപ്പം 2 ആക്കാറായല്ലേ? 2 ആക്കാറായി, കാരണം 6 months ആവാറായല്ലോ അവന്. അപ്പം നമ്മൾ 2ലേക്ക് പോകും. പക്ഷേ നമ്മൾ ഓസ്ട്രേലിയ വിസ കൊടുത്തോണ്ടിരുന്ന നാനാണ്, നാനിന്റെ കംഫർട്ട് ആ സംഭവം ഇവിടെ കിട്ടത്തില്ല. നാൻ കംഫർട്ട് ഇവിടെ കിട്ടും, ഇവിടെ നാൻ പ്രോ ഉള്ളൂ തോന്നുന്നു. നാൻ പ്രോ കിട്ടും, കംഫർട്ട് ഇവിടെ കിട്ടത്തില്ല. കാരണം ഈ കംഫർട്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസി ബേബീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് കോളിക്കൊക്കെ വരാനായിട്ട് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ള ബേബീസ്. അതെങ്ങനെ ഞങ്ങൾ പഠിച്ചു തരാം, നമ്മുടെ മിറക്കൂട്ടന്റെ വഴിയാട്ടോ. മിറക്കൂട്ടന് ഏത് ഇത് കുടിച്ചാലും പാല് കുടിച്ചാലും വയറിന് പ്രോബ്ലം ആയിരുന്നു. അതെ, അവർക്ക് കോളിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഗ്യാസി ബേബീസിന് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നാൻ കംഫർട്ട് ആണ്, നല്ല സൂപ്പർ. പിന്നെ നിമിഷയ്ക്ക് അല്ല, നിമിഷയ്ക്ക് മിറക്കൂട്ടിന് ഒരു പ്രശ്നമില്ലാണ്ടോ. അതുപോലെ തന്നെ റീബൂട്ടിന് ഞങ്ങൾ കംഫർട്ടാ കൊടുത്തു. അതെ, അപ്പൊ നമ്മൾ അതുകൊണ്ട് സ്ട്രൈറ്റ് നാൻ കംഫർട്ടിലേക്ക് തന്നെ പോയി റീവായപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല, കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ സിമിലാക്ക് ആക്കി. അതെ, നമ്മൾ സിമിലാക്ക് പക്ഷെ നല്ലതാണ് ഇവിടെ, നല്ല സിമിലാക്കാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഫുഡ് വരാൻ താമസിക്കുന്ന സമയത്ത് നമ്മുടെ നിമിഷയുടെ ഒരു പാട്ടല്ലേ നിമിഷ? അതെ അതെ, കൂടെ റീവിന്റെ പാട്ടും ഉണ്ട് കേട്ടോ. റീവും പാടുന്നുണ്ട്, കോറസ് റീവ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കൊടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കൊടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരേ. അടിപൊളി. ഇത് കേട്ടിട്ടെങ്കിലും നമ്മുടെ ഷെഫ് ഫുഡ് കൊണ്ടുവന്നത് മതിയാണ്. ഇത്ര നേരമായിട്ട് നമുക്ക് 1 മുതൽ 100 വരെ എണ്ണം. അങ്ങനെ പണ്ടൊക്കെ വീട്ടിൽ കറണ്ട് വെക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ പറയും 20 വരെ എണ്ണുന്നതിന് മുന്നേ കറണ്ട് വരും എന്ന് പറയും. ചേട്ടൻ പറയും 30 വരെ എണ്ണുന്നതിന് മുന്നേ കറണ്ട് വരും. ഓരോരുത്തർ എണ്ണുവാണ്, അപ്പൊ ആരുടെ കറക്റ്റ് നോക്കണ്ട. അതുകൊണ്ട് നമുക്കൊരു 50 വരെ എണ്ണയിലൂടെ ഒടുവിൽ നമ്മുടെ സാധനം വന്നോട്ടെ. താങ്ക് യു. ചിക്കൻ പാർമിജാൻ കേട്ടോ, അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടുത്തെ എന്ന് പറയാട്ടോ. ലുക്കിംഗ് നൈസ്. ഓ, റൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ. റൈസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്. ഇത് ഹാർട്ടിന്റെ ഷേപ്പിലാണ്. ഇത് ഭയങ്കര ഹെവി ആയി പോയതിനോട് നല്ല രസമുണ്ട്. കഴിച്ചു അത് ഇതാണ് കേട്ടോ പാർമിജാന എന്ന് പറഞ്ഞൊരു ചിക്കൻ. സത്യം പറഞ്ഞ ചിക്കൻ കരിഞ്ഞു പോകുന്ന സംശയമുണ്ട്.
ഇത്ര കരിയാൻ പാടില്ല കേട്ടോ. ബ്രൗൺ അത് ഞാൻ കഴിച്ചിട്ട് പറയാം. ഇത് ഭയങ്കരമായിട്ട് കളർ മാറിയിരിക്കുന്നത് അറിയില്ല എന്താ സംഭവം. പക്ഷേ അത് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓക്കെ അതിൻ്റെ കൂടെ വരുന്ന റൈസ് ആദ്യമായിട്ടാട്ടോ. വെജിറ്റബിൾസ് അവരിങ്ങനെ സാലഡ് പോലെയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി ഒരു ടൊമാറ്റോ സോസാണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ ശരിക്കും ചീസ് ഇതിൻ്റെ താഴെയായിട്ട് കിടന്നു. ഓക്കെ അല്ല ചീസ് താഴെ അല്ല കേട്ടോ, ഇത് കറക്റ്റാ സോറി, ഇങ്ങനെ തന്നെ കേട്ടോ വരേണ്ടത്. പക്ഷേ ചീസ് കുറച്ചുകൂടെ മെൽറ്റ് ആവുകയാണെങ്കിൽ സൂപ്പറാണ്. ഏതായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിമിഷം. ഞാനപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ചിക്കൻ കരിഞ്ഞു പോകാൻ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കഴിഞ്ഞില്ല, അത് ചിലപ്പോൾ എണ്ണയുടെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ എണ്ണ മാറ്റാറായിട്ടുണ്ടാവും, അതായിരിക്കും ചിക്കൻ കറുത്തിരിക്കുന്നത്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല കേട്ടോ. നിമിഷ ഇതാണോ എൻ്റെ ആണോ നല്ലതെന്ന് പറയണേ. കുഴപ്പമില്ല അല്ലേ, അത്യാവശ്യം കൊള്ളാം കേട്ടോ. ടേസ്റ്റ് കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ചിക്കൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എണ്ണ മാറ്റാറായ കേട്ടോ. പഴയ എണ്ണ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തോ അല്ലെങ്കിൽ വല്ല മാരിനേഷൻ്റെ ആയിരിക്കും അല്ലേ. കുഴപ്പമില്ല അല്ലടി, കഴിക്കട്ടോ. അപ്പൊ ഞങ്ങൾ റീവൂട്ടിന്റെ അടുത്ത് കൈ പിടിച്ചോട്ടോ. അവൻ ചെറുതായിട്ട് അലമ്പുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ കൂടുതൽ അലമ്പുണ്ടാക്കുന്നതിന് മുന്നേ ഞങ്ങൾ വീഡിയോ അതേ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിമിഷം എന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അല്ല റീവൂട്ടാ, നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മേനെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അമ്മേനും ചാച്ചനെയൊക്കെ കാണിക്കും കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പറ്റുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കില്ല പക്ഷേ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ മാമോദിസയുടെ ഡേറ്റ് അടുത്ത് കേട്ടോ. ഇനി റീവൂട്ടിന്റെ മാമോദിസ വരുവാണ്, അത് നമുക്ക് അടിപൊളിയാക്കണ്ടേ. ഞങ്ങളത് അടിപൊളിയാക്കി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഞങ്ങൾ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ. അപ്പൊ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതാണ്. നിമിഷ എല്ലാവർക്കും